channel. ഇന്ന് എന്ത് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്? ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിംഗ്. അപ്പൊ എത്രത്തോളം ഗിഫ്റ്റ് കിട്ടി അല്ലേ? കൊറേ കിട്ടിയിട്ടുണ്ട്. 1 2 3 4 5 6 7 അപ്പൊ കൊറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ആണ് രണ്ടാളും? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ? സൂപ്പർ ആണ്. ഒരാൾക്ക് എന്ത് തീമായിരുന്നു? ഫൈസിക്ക് എന്ത് തീമായിരുന്നു ഇഷ്ടം? സ്പൈഡർമാൻ. അപ്പൊ സ്പൈഡർമാൻ തീം വെച്ചിട്ട് നമ്മള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലെങ്കിൽ കണ്ടു നോക്കാട്ടാ. മോൾക്കോ? യൂണിക്കോൺ. അതാണ് ഈ ഭാഗത്തും ഈ അൺബോക്സിങ്ങിലും അത് കാണുന്നത്. രണ്ട് തീമായിട്ട് എന്താ പറയാ, ബർത്ത്ഡേ കേക്കും ഡെക്കറേഷനും ഒക്കെ ചെയ്തത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ്, കാണാത്തവര് ആ വീഡിയോ ഒന്ന് കയറി കാണാട്ടാ. പിന്നെന്താണ്, അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത് അൺബോക്സിങ് ചെയ്യാനാണ്. ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കണ രണ്ടാളും. എന്താണ് ഗിഫ്റ്റ്, എന്താണ് ഇതിന്റെ ഈ ബോക്സിന്റെ ഒക്കെ ഉള്ളിൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കും അറിയില്ല എന്താന്നുള്ളത്. ഞങ്ങനെ പിടിച്ചു വെച്ചേക്കായിരുന്നു. വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം, നമുക്ക് എല്ലാരെയും കൂടെ കാണിച്ച് നമുക്ക് തുറന്ന് കാണിക്കാന്നൊക്കെ പൊട്ടിക്കാൻ പോകണ കാണിക്ക എന്നൊക്കെ വിചാരിച്ചിട്ട് തീരെ ക്ഷമയില്ല കേട്ടാ. അപ്പൊ അധികം ഞാന് ഭർത്താവ് പറഞ്ഞിട്ട് ഇവരുടെ ക്ഷമ പരീക്ഷിക്കണില്ല. അപ്പൊ എന്റെ വീഡിയോയിലോട്ട് പോകുന്ന മുന്നായിട്ട് എന്താണ്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം അല്ലേ? അടിച്ചു പിടിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് രണ്ടാളും കൂടിയിട്ട് ഓരോന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ? ഞാൻ എടുത്തുതരാം. നമുക്ക് ആദ്യം ഈ കവറിലുള്ളത് ആക്കാം അല്ലേ? അപ്പോ കവറിലുള്ളത് അൺബോക്സ് ചെയ്തോ? നോക്കാം നമുക്ക് എന്തൊക്കെയാണുള്ളത്. നോക്കട്ടെ. എങ്ങനെയാ അങ്ങനെ കാണിച്ചു കൊടുക്ക്. ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഡ്രസ്. ഇവിടെ ഇരിക്കും. ഇത് ഇവന്റെ ഒരു ടീഷർട്ട് ഭംഗിയുണ്ട് അല്ലേ? സൂപ്പർ. പാന്റ് കൂടി ഉണ്ട്. ഇഷ്ടായി രണ്ടാൾക്കും? അപ്പൊ ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മള് പൊട്ടിച്ചു അല്ലേ? ഫസ്റ്റ് ഗിഫ്റ്റ് പൊട്ടിച്ച്. അപ്പൊ ഇനി ബാക്കി പിന്നെ പൊട്ടിക്കാല്ലേ അല്ലേ? അത് പറ്റില്ലല്ലേ? അപ്പൊ തന്നെ പൊട്ടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഞാനൊന്ന് അൺബോക്സ് ചെയ്യാം അല്ലേ? നോക്കട്ടെ. ഇതും ഡ്രസ്സാണ് കേട്ടോ. പാന്റ് ഉണ്ട്. ഈ പാന്റ് 5 പാന്റ്. അപ്പൊ നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്താ, വലിക്കണക്കിനല്ലേ കണ്ടപ്പോ ഭംഗിയുണ്ടല്ലേ? രണ്ടത് നല്ല കളർ കോമ്പിനേഷൻ. അഡിഡാസിന്റെ ഒരു ടീഷർട്ട് ബ്ലാക്ക്. സൂപ്പർ. ഇതിന്റെ പാന്റ് ബ്ലാക്ക് കുറെ ഉണ്ട്. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഈ ബോക്സസിലുള്ളതും കൂടെ പൊട്ടിക്കാം. ഇത് പൈസ പൊട്ടിച്ച് നോക്ക്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ചപ്പല്, ചെരുപ്പ്. സൂപ്പർ. നോക്കട്ടെ. സൂപ്പർ. എന്തായാലും ഭംഗിയുണ്ട്. സൂപ്പർ അല്ലേ ഷൂസ്? നമുക്ക് അങ്ങോട്ട് മാറ്റേക്കാം. ലാസ്റ്റ് 1 ആണ്. ലാസ്റ്റ് 2 ഉണ്ട് അല്ലേ?
അപ്പൊ ഇതും കൂടി ഒന്ന് പൊട്ടിച്ചേക്കാം. പൊട്ടിക്ക്. ഇതൊക്കറിയാം പൊട്ടിച്ചതല്ലോ. ഞാനൊന്ന് പൊട്ടിക്കിട്ടോ. എനിക്ക് അൺബോക്സ് ചെയ്യാനൊന്നും ഇഷ്ടം. ഞാൻ ഒന്ന് ചെയ്തതാണ്. എനിക്കൊരു ബാഗ് ഉൾക്കൊണ്ട് ചിൽഡ്രൻസിന്റെ ഒരു കിട്ടി. ഇഷ്ടമായ പറയേ എന്താണ് യൂണിക്കോൺ ഫേവറേറ്റ് ആണല്ലേ. കൂടി എടുത്തോക്കാം. അത് ഇട്ടിട്ടില്ല. നോക്ക് കാണിച്ചെടുത്ത് അടിപൊളിയല്ലേ. അപ്പൊ ഇത് അപ്പൊ സ്മാർട്ട് വാച്ചോ ഇനിയൊന്നുമില്ല. നോക്കട്ടെ ഒന്ന് ടച്ച് ചെയ്തോ. സ്കൂളിൽ ഇട്ടിട്ട് പോവാ. സ്കൂളിലേക്ക് എന്തായാലും ഇട്ടിട്ട് പോവില്ല. കാരണം ഇതിൽ ടച്ച് ചെയ്ത് കളിക്കാനാണ്. സ്കൂളിലൊന്നും പോകുമ്പോ അല്ല. അപ്പൊ ഗൈസ് എന്താ വെച്ചാല് ഈ ഗിഫ്റ്റ് ഇഷ്ടമായ കൊറേ ആയിട്ട് പറയുന്നതാണ് സ്മാർട്ട് വാച്ച് വേണം. സ്മാർട്ട് വാച്ച് കുറേ നാളായിട്ടുണ്ട് സ്മാർട്ട് വാച്ചിക്ക് കരച്ചിൽ തുടങ്ങിയിട്ട്. അപ്പൊ ആളത്ര വലിയ എന്താ പറയാ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആളല്ല. കളിക്കുന്ന വാങ്ങിച്ചാൽ അത് അപ്പോഴത്തെ നേരത്തിനേ ഉള്ളൂ. അപ്പോൾ സ്മാർട്ട് വാച്ച് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളതാണെങ്കിലും ആൾക്ക് വേണം. ഭയങ്കര യൂട്യൂബ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ആള് പറയണത്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ നമ്മള് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ഇരിക്കട്ടെ എന്നൊക്കെ ഉള്ള ഒരു വാച്ച് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് നോക്കാം, മേടിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടു. അപ്പോഴാണ് ബർത്ത്ഡേ വരുന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വേണ്ടില്ല, ബർത്ത്ഡേക്ക് അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. ഈ ഗിഫ്റ്റ് എനിക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഞാൻ തന്നെ ഓർഡർ ചെയ്തതാണ് സ്മാർട്ട് വാച്ച്. ഇത് ഞാന് ഓർഡർ ചെയ്തത്. അവൾക്ക് ഇഷ്ടമാണ് യൂണിക്കോൺ. അപ്പൊ അവൾക്ക് എന്താ വാങ്ങാ അങ്ങനെ അവള് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നത് വേണം. ഈ ആളായിരുന്നു കുറേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവളൊന്നും പറയാത്തോണ്ട് എനിക്കിങ്ങനെ തോന്നി. ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആമസോൺ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് അവൾക്ക് ഇഷ്ടമാവും തോന്നിയപ്പോഴാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ബർത്ത്ഡേ ഒക്കെ നല്ല അടിച്ച് പൊളിച്ച് സെലിബ്രേറ്റ് എടുത്തേക്കാൻ തുടങ്ങി. ഇവിടെ ആകെ കച്ചറ എന്താ പറയുക, ആകെ വലിച്ചു വാരി കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് വേസ്റ്റ് കളഞ്ഞ് ബാക്കിയൊക്കെ റെഡിയാക്കി വെക്കണം. അതൊരു പണിയായിപ്പോൾ എനിക്ക്. എന്നിട്ട് ഞങ്ങളുടെ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.